ക്രിസ്ത്യൻ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ അദ്ദേഹം കൽപ്പിക്കുകയും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ചാണ് യൂസുഫ് നബ്ഹാനി പറയുന്നത്, അബാഹാലഹും അയ്യഅ്ബുദൂ ബി കനീസത്തിൻ ഇബാദത അഹ്ലിഹാ ബിമദ്റസത്തിൻ കുബ്ര. ഒരു വലിയ കോളേജിൽ വെച്ച് ആ കോളേജിന്റെ ആളുകൾ, ക്രിസ്ത്യാനികൾ ഏത് രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളാണോ സ്വീകരിക്കുന്നതെങ്കിൽ അതേ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കാൻ മുസ്ലിമീങ്ങളെ അദ്ദേഹം അനുവദിക്കുകയും അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വഖല്ലദഹു മൻ ലം യുബാലു ബിദീനിഹിം ലികൈമാ യഖൂലുൻ നാസു ഇന്നാ ലഹും ഉദ്റാ. കുറെ വിവരദോഷികൾ, അതായത് ദീനിന്റെ കാര്യത്തിൽ ദീൻ കാര്യങ്ങൾ ഒരു വകയും വെക്കാത്ത, അതിനൊരു വിലയും കൽപ്പിക്കാത്ത കുറെ ആളുകൾ ഇദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട്, ഇദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് ആ ക്രിസ്തീയ ചർച്ചിൽ കയറി ക്രിസ്ത്യാനികളോടൊപ്പം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു എന്ന് അല്ലാമ യൂസുഫ് നബ്ഹാനി സഹോദരങ്ങളെ പറയുന്നു. ഇങ്ങനെ സർവ്വമതങ്ങളെ, ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ് ആര്? മുഹമ്മദ് അബ്ദുവിന്റെ ഉസ്താദാണ് ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനി മുമ്പൊരു പണി പറ്റിച്ചിട്ടുണ്ട്. എന്ത്? എല്ലാ മതങ്ങളെയും കൂടി ഒന്നാക്കുക. ഹിന്ദു, ക്രിസ്തു, ജൂത, ഇസ്ലാം വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ ഒരു മതമാക്കി ഐക്യപ്പെടുത്താനുള്ള ശ്രമം ആര് നടത്തി? ജമാലുദ്ദീൻ അഫ്ഗാനി നടത്തി. ആ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദു. ആ മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ് റഷീദ് റിള. റഷീദ് റിളയും തന്റെ ഉസ്താദിന്റെ, തന്റെ ഗുരുനാഥന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് എല്ലാ മതവും തുല്യമാണ്. നിങ്ങൾ പള്ളിയിൽ പോയാലും കുഴപ്പമില്ല, അമ്പലത്തിൽ പോയാലും കുഴപ്പമില്ല, കനീസയിൽ പോയാലും കുഴപ്പമില്ല, ചർച്ചിൽ പോയാലും കുഴപ്പമില്ല, എവിടെ ആയിരുന്നാലൊക്കെ ഇബാദത്ത് തന്നെ, ആരാധന തന്നെ, അതുകൊണ്ട് എങ്ങോട്ടും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ ക്രൈസ്തവ ചർച്ചിലേക്ക് വലിച്ചിഴച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദു റഷീദ് റിള എന്ന് യൂസുഫ് നബ്ഹാനി തന്റെ അൽ ഖസീദത്തുർ റാഇയ എന്ന ഗ്രന്ഥത്തിന്റെ 224, 225 പേജുകളിൽ സഹോദരങ്ങളെ വിശദമായി വിശദീകരിക്കുന്നു. മാത്രമല്ല ഈ മനുഷ്യൻ തന്നെ ഹദീസ് നിഷേധവും ഉള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സലാം സുല്ലമി 60 നിഷേധിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ 60 നിഷേധിക്കാൻ ഇദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചത് ഇതാ ഈ റഷീദ് റിളയിൽ നിന്നാണ്. രസാവഹമായ കാര്യം മറക്കരുത്. എന്താ? നമ്മളെ ഉമർ മൗലവി വെളിയങ്കോടുണ്ടല്ലോ, അയാൾ തൗഹീദ് പഠിച്ചത് ഈ റഷീദ് റിളയിൽ നിന്നാണ്. ഈ റഷീദ് റിളയോ അമ്പലത്തിൽ പോയി, ചർച്ചിൽ പോയി മുസ്ലിമീങ്ങളോട് ആരാധനാ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്നാണ് ഉമർ മൗലവി സഹോദരങ്ങളെ തൗഹീദ് പഠിച്ചത്. മാത്രമല്ല റഷീദ് റിള തന്നെയും ഹദീസ് നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു. ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീദത്തുർ റാഇയ എന്ന ഈ ഗ്രന്ഥത്തിൽ അതിന്റെ 223 പേജിൽ വിശദീകരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ സമയക്കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്ക് മാത്രം പറയാം. ومنه حديث الشمس بعد غروبها فتسجد تحت العرش تستأذن السير. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ നബ്ഹാനി ഈ പേജിൽ ഒന്നാകെ ഏതാണ്ട് ഒരു 3/4 പേജോളം ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പറഞ്ഞ ഒരു പ്രസ്താവന. എന്താണത്? എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് അസ്തമിക്കുന്നത് അർശിന്റെ ചോട്ടിലാണ്. അർശിന്റെ താഴ്ഭാഗത്ത് അസ്തമിച്ചുകൊണ്ട് ആ സൂര്യൻ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും, ഞാൻ ഇനി ഉദിച്ചോട്ടെ, അടുത്ത ദിവസം ഉദിക്കാൻ വേണ്ടി ആ സൂര്യൻ അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ സമ്മതം കിട്ടിയാൽ മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. അങ്ങനെ സൂര്യൻ ഉദിച്ച് കുറെ ദിവസങ്ങൾ പിന്നിട്ട് അവസാന ദിവസമാകുമ്പോൾ അർശിന്റെ ചോട്ടിൽ നിന്ന് അള്ളാഹുവിനോട് സൂര്യൻ ഞാൻ സാധാരണ പോലെ കിഴക്ക് നിന്ന് ഉദിച്ചോട്ടെ എന്ന് സമ്മതം ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, ഉദിക്കരുത്, ഇന്ന് കിഴക്ക് നിന്ന് ഉദിക്കരുത്, ഇന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കണം എന്ന് അള്ള പറയും. അന്നായിരിക്കും ഖിയാമത്ത് നാള് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ ഒരു ഹദീസ് ഉണ്ട്. അതെങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയിട്ടും റഷീദ് റിളന്റെ ബുദ്ധിയിൽ കൊള്ളണില്ല. റഷീദ് റിള എന്താക്കി? ആ ഹദീസ് ഒറ്റത്തട്ട്, അത് ശരിയല്ല.
അത് ശരിയല്ലെന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ പറയുന്നു സഹോദരങ്ങളെ, ബിആഖിരി ശഹരി സൗമി മിൻ ആമി സബ്അത്തിൻ വഇശ്രീന ഖദ് അബ്ദൽ മനാറു ലഹു ദിക്റ വഅംറവാഹുൽ ഇമാമാനിൽ ബുഖാരി വമുസ്ലിമുൻ ഫസിഹ്ഹതുഹു കശംസി ഖദ് തലഅത് ളുഹറ എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതെല്ലാവരാലും സർവ സമ്മതമായി അംഗീകരിക്കപ്പെട്ട ഹദീസാണ് എന്നൊക്കെ നബ്ഹാനി പറഞ്ഞതിന് ശേഷം റഷീദ് റിള ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്ന കാര്യം അല്ലാമ യൂസുഫ് നബ്ഹാനി വിശദീകരിക്കുന്നു. وصرح فيه أنه غير واقع وأن رسول الله لم يعرف الأمر. സൂര്യൻ ചെന്നിട്ട് അർശിന്റെ ചോട്ടിൽ സുജൂദ് ചെയ്യുക, എന്നിട്ട് അള്ളാനോട് സമ്മതം ചോദിക്കുക, ഞാൻ സാധാരണ പോലെ കിഴക്ക് പോയി ഉദിച്ചോട്ടെ എന്ന് അള്ളാനോട് ചോദിക്കുക, അള്ളാഹു താല സമ്മതം കൊടുക്കുക. അങ്ങനെ സമ്മതം കൊടുത്ത് ഖിയാമത്തിന്റെ ദിവസമാകുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കാതിരിക്കുകയും പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുക. ഇത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ വസറഹ ഫീഹി അൽമനാർ മാസികയിൽ റഷീദ് ഇരുന്ന് വ്യക്തമാക്കി, അന്നഹു ഗൈറു വാഖിഇൻ, ഇത് അസംഭവ്യമാണ്, ഇത് അസംഭവ്യമാണ് എന്ന് പറയുക മാത്രമല്ല, അള്ളാന്റെ റസൂലിന് കാര്യം തിരിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, ചമ്മാടിയുടെ നേതാവ് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന് കാര്യം വേണ്ടത്ര തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഹദീസ് പറയാൻ കാരണം. ഇതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളിച്ചത്. എന്ത്? ഇദ്ദേഹത്തെ പോലെ ഒരു തെമ്മാടിയെ ലോക ചരിത്രത്തിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് തരാം. സാധിക്കോ? അള്ളാന്റെ റസൂലിന് വിവരമില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി ഇത് അർശിന്റെ മുമ്പിൽ പോയി ചോട്ടിൽ പോയി സൂര്യൻ സുജൂദ് ചെയ്യും എന്ന് അള്ളാന്റെ റസൂല് പറയാൻ കാരണം വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിവരം കെട്ടവനാണെന്ന് പറഞ്ഞ ഈ തെമ്മാടിയാണ് ഉമർ മൗലവിയുടെയും അബ്ദുസലാം സുല്ലമിയുടെയും കേരള വഹാബിസത്തിന്റെയും നേതാവ് എന്ന കാര്യം സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. നിങ്ങളെ വിചാരണ ചെയ്യുക മാത്രമല്ല, സമസ്ത കേരള സുന്നി യുവജന സംഘവും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവും വരും നാളുകളിൽ നിങ്ങളെ തെരുവിൽ നിർത്തി നിങ്ങളെ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കും. അത്രയും വലിയ തമ്മാടിത്തമാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും സഹോദരങ്ങളെ ഈ ആനത്തമ്മാടികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത് എന്ന കാര്യം എന്റെ സഹോദരങ്ങൾ മറക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇനിയും ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്. ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിൽ മുഹമ്മദ് അബ്ദുവിനെയും റഷീദ് റിളയും അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഞങ്ങളുടെ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നവോത്ഥാന നായകരാണ്, അതുപോലെ ഞങ്ങൾ സമുദ്ധാരകന്മാരാണ്, പരിഷ്കർത്താക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വഹാബികൾ, ഈ വഹാബികൾ സഹോദരങ്ങളെ ഇവിടെ പല അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചിലപ്പോ പറയും മുസ്ലിം പെണ്ണുങ്ങളെ സാരി ഉടുപ്പിച്ചത് ഞങ്ങളാണ്. ഓ, അത് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ. മുസ്ലിം പെണ്ണുങ്ങൾ പണ്ട് പർദ്ദ അണിഞ്ഞ് ഔറത്ത് മറച്ച് നടന്നിരുന്നു, സാരി ഉടുപ്പിച്ചത് ഞങ്ങളാണ്. വേറെ ചിലപ്പോ പ്രസംഗിക്കും മുസ്ലിം പെൺകുട്ടികളെ പാവാട ഉടുപ്പിച്ചത് ഞങ്ങളാണ്. മുസ്ലിം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അടിവസ്ത്രം ധരിപ്പിച്ചത് നിങ്ങളാണെന്ന് അവകാശപ്പെടാൻ മതി. അതുവരെയുള്ളതൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടോളൂ. പാവാട ഉടുപ്പിച്ചതും സാരി ചുറ്റിച്ചതും ഒക്കെ ഞങ്ങളാണ് എന്ന് സഹോദരങ്ങളെ ഇവർ അവകാശപ്പെടും. അതുപോലെ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഇവരൊരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്, രസകരമായ കാലം. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച 2002 അവരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സമ്മേളന സുവനീറിന്റെ 151 പേജിൽ വഹാബികൾ എഴുതുന്നത് കാണാം.
കേരളീയ മുസ്ലിം നവോത്ഥാനം പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ നവോത്ഥാനത്തിന്റെ 4 ഘട്ടങ്ങൾ പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ശ്രദ്ധിക്കണം നിങ്ങൾ, 4 ഘട്ടങ്ങൾ പ്രത്യേക പരാമർശമർഹിക്കുന്നു. ഒന്ന്, 1922 കേരള മുസ്ലിം ഐക്യസംഘം രൂപവൽക്കരിക്കുന്ന കാലഘട്ടം. 2, 1922 മുതൽ 1950 കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപവൽക്കരിക്കുന്നത് വരെയുള്ള കാലയളവ്. 3, 50 മുതൽ നദ്വത്തിലുണ്ടായ ഭിന്നിപ്പ് വരെയുള്ള ഘട്ടം. 4, തുടർന്നുള്ള കാലം. മനസ്സിലായോ? കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ തുടക്കം എന്ന് മുതൽക്ക കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ, പിന്നെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ കാലം മുതൽ, പിന്നീട് ഇവർ പിളർന്ന ആ കാലം വരെ, പിന്നീട് പിളർന്നതിന്റെ ശേഷം. ഇതാണ് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ കാലഗണന എന്ന് 2002 സഹോദരങ്ങളെ ഇവർ നടത്തിയ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഇവരുടെ സുവനീറിന്റെ 151 പേജിൽ പറയുന്നു. ഈ നവോത്ഥാനത്തിൽ സൈനുദ്ദീൻ മഖ്ദൂമില്ല, മമ്പുറന്നങ്ങളില്ല, ഉമർ ഖാളിയില്ല, ആലി മുസ്ലിയാരില്ല. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് ചങ്കൂറ്റത്തോടെ നേതൃത്വം നൽകിയ ഒരൊറ്റ പണ്ഡിതന്റെയും ചരിത്രമില്ല. പിന്നെയോ നവോത്ഥാന നായകന്മാരായി അതേ പുസ്തകത്തിൽ തന്നെ ഇവരെണ്ണുന്ന ചില ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ. 1, ശ്രീ ശങ്കരാചാര്യർ, മക്തിത്തങ്ങൾ, ഹമദാനിത്തങ്ങൾ, ശ്രീനാരായണ ഗുരു, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, വക്കം മൗലവി, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടന്മാർ, KM മൗലവി, K അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട് തുടങ്ങിയവരുടെ ധീരമായ ഇടപെടലുകളാണ് കേരളത്തിലെ വിവിധ മതസമൂഹങ്ങളിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തിയത്. അത് നല്ല ഉഷാറായിട്ടുണ്ട്. K അയ്യപ്പനും KM മൗലവിയും, ശ്രീ നാരായണ ഗുരുവും മക്തി തങ്ങളും, വക്കം മൗലവിയും ചട്ടമ്പി സ്വാമികളും, ഇവരാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സഹോദരങ്ങളെ, ഇതിന് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരുണ്ടോ? ഇല്ല. മമ്പുറന്നങ്ങളെ പേരുണ്ടോ? ഇല്ല. ഉമർ ഖാളിയുടെ പേരുണ്ടോ? ഇല്ല. ആലി മുസ്ലിയാരുടെ പേരുണ്ടോ? ഇല്ല. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച, ചങ്കൂറ്റത്തോടെ നേതൃത്വം നൽകിയ ഒരൊറ്റ പണ്ഡിതന്റെയും പേരില്ലെന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ ചോര കൊടുത്ത് രക്തം ചിന്തി വിയർപ്പൊഴുക്കി മുസ്ലിം സഹോദരങ്ങള് യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിന് നേതൃത്വം നൽകിയ വാരിയങ്കുന്നന്റെ പേരില്ല, ആലി മുസ്ലിയാരുടെ പേരില്ല, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ പേരില്ല. അങ്ങനെ തുടങ്ങി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് രാഷ്ട്രീയ രംഗത്തും സാമുദായിക രംഗത്തും മതരംഗത്തും ഒരുപോലെ നേതൃത്വം നൽകിയ പണ്ഡിത പ്രതിഭകളിൽ ഒരൊറ്റ പണ്ഡിതന്റെയും പേര് ഈ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിലില്ല. പിന്നെയോ ആരാ നവോത്ഥാന നായകൻ? KM മൗലവി. ഇദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? മലബാർ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെടും, വധിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ യുദ്ധക്കളത്തിലേക്ക് എടുത്തെറിഞ്ഞ് ആവേശകരമായ പ്രസംഗം നടത്തി മുസ്ലിം സഹോദരങ്ങളെ തെരുവിലിറക്കി. സഹോദരങ്ങളെ, ഒരു പെണ്ണിൽ നിന്ന് വായ്പ വാങ്ങിയ ഒരു പർദ്ദയണിഞ്ഞുകൊണ്ട് സമരമുഖത്ത് നിന്ന് ഒളിച്ചോടി കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ KM മൗലവിയാണ് നവോത്ഥാന നായകന്മാരിലെ ഒന്നാമൻ. പേടിത്തൊണ്ടനാണ് ഈ മനുഷ്യൻ, ഭീരുവാണ് ഈ മനുഷ്യൻ. മലബാർ കലാപത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ സമരക്കളത്തിലേക്ക് ഇറക്കി മുസ്ലിമീങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് സമരം നടത്തുമ്പോൾ ഒരു പെണ്ണിന്റെ പർദ്ദ കടം വാങ്ങി അത് തലയിൽ ചുറ്റി കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ പേടിത്തൊണ്ടനായ ഈ മൗലവിയാണ് നവോത്ഥാന നായകന്മാരായി അവതരിപ്പിക്കപ്പെടുന്നത്. സഹോദരന്മാരെ, നവോത്ഥാനം, അതിന്റെ ചരിത്രവും അതിന്റെ ചരിത്ര പുരുഷന്മാരും വാസ്തവത്തിൽ തമസ്കരിക്കപ്പെടുകയും യഥാർത്ഥ ചരിത്രത്തെ മറച്ചുവെച്ച്
ചരിത്ര പുരുഷന്മാരെ മറച്ചുവെച്ച് ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് നവോത്ഥാന പുരുഷന്മാർ എന്നവകാശപ്പെട്ടുകൊണ്ട് നെഞ്ചുന്തി പള്ളയുന്തി അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഭീരുക്കളുടെയും അല്പന്മാരുടെയും കഥയാണ് സഹോദരങ്ങളെ വർത്തമാന കേരളത്തിൽ നാം കാണുന്നത്. ആ കഥയും ചരിത്രവുമാണ് SSFഉം SYSഉം ഇവിടെ മാന്തി പൊളിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവർ നവോത്ഥാന നായകന്മാരല്ല. ഇവര് ചെയ്തത് വാസ്തവത്തിൽ മതത്തെ സംഹരിക്കലാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മതത്തെ നിലനിർത്തല. തറാവീഹ് 20 ആണെങ്കിൽ അത് നിലനിർത്തുക, അതാണ് നവോത്ഥാനം. 20 നിസ്കരിക്കുന്നതിൽ നിന്ന് ആളുകൾ പിന്തിരിയുമ്പോൾ 20 നിസ്കരിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് നവോത്ഥാനം. അതാണ് നവോത്ഥാനം. 5 വക്ത് നിസ്കാരം, അത് ജനങ്ങൾ അതിൽ നിന്ന് അകന്നകന്നു പോകുമ്പോൾ അത് അവരെ നിസ്കരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നവോത്ഥാനം. കൂട്ടുപ്രാർത്ഥന, അതിന് തയ്യാറാകാതെ ജനങ്ങൾ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അവരെ ബോധവൽക്കരിച്ച് ആ പ്രാർത്ഥന കൊണ്ടുവരാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അതായത് ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് നവോത്ഥാനം. മുജാഹിദ് എന്താ ചെയ്തത്? കൂട്ടുപ്രാർത്ഥന എടുത്തു കളഞ്ഞു, സംഹരിച്ചു, നശിപ്പിച്ചു. തറാവീഹ് 20 നിന്ന് 8 ചുരുക്കി, നശിപ്പിച്ചു. ഖുനൂത്ത് ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. മൗലിദ് പാരായണം ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. നബിദിനാഘോഷം ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. ജുമുഅയുടെ 2 ബാങ്ക് ഇല്ലായ്മ ചെയ്തു, നശിപ്പിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ മുഴുവൻ സുന്നത്തുകളും ഇസ്ലാമിന്റെ മുഴുവൻ ചിഹ്നങ്ങളും നശിപ്പിക്കുകയും അത് സംഹരിക്കുകയും ചെയ്തവരാണ് സഹോദരങ്ങളെ കേരളത്തിലെ വഹാബികൾ, കേരളത്തിലെ വഹാബി പ്രസ്ഥാനം. ഞാനൊരു കാര്യം മാത്രം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളോട് സൂചിപ്പിക്കുന്നു. കേരളത്തിലെ വഹാബികൾ സാധാരണ പറയാറുണ്ട്, എന്ത്, ഈ മുസ്ലിയാക്കന്മാർ ഇംഗ്ലീഷിന്റെ വിരോധികളാണ്. ഞങ്ങളാണ് സമുദായത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, മലയാളം തന്നെ അറിയില്ല ഈ വർഗത്തിന്. എന്നിട്ടാണ് ഇവർ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്നത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് കേരളത്തിലെ പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഭാഷക്കെതിരെ ശബ്ദിക്കാനുള്ള കാരണം? വർത്തമാന കാലഘട്ടത്തിൽ ഇതേക്കുറിച്ച് പറയണം, വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷ് ഭാഷക്കെതിരെ പണ്ഡിതന്മാർ തിരിഞ്ഞുവെന്നും അങ്ങനെ മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അവർ പിറകോട്ട് വലിച്ചുവെന്നും മുസ്ലിം സമുദായത്തെ 50 വർഷമെങ്കിലും പിറകോട്ട് വലിക്കാൻ ഈ കേരളീയ പണ്ഡിതന്മാർ ശ്രമിച്ചുവെന്നും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും പ്രസംഗിക്കാറുണ്ട് വളരെ സജീവമായി. പക്ഷെ ഇപ്പൊ അത് പ്രസംഗിച്ച യേശൂര. കാരണം എന്താ? അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഉൽപ്പന്ന ബഹിഷ്കരണം നടത്തുന്നവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും മുസ്ലിമീങ്ങൾ, അല്ലേ? ഡെൻമാർക്കിൽ നിന്ന് ഒരു പത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ കാർട്ടൂണുമായി പ്രസിദ്ധീകരിച്ച് രംഗത്ത് വന്നപ്പോൾ സഹോദരങ്ങളെ, ലോകമൊട്ടുക്കുമുള്ള മുസ്ലിമീങ്ങൾ ഡെൻമാർക്കിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. കാരണം എന്തേ? ഉൽപ്പന്ന ബഹിഷ്കരണം ഏറ്റവും നല്ല ഒരു സമര രീതിയാണ്. സാമ്രാജ്യത്വം അകാരണമായി മുസ്ലിം രാജ്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരും നിർദ്ദേശിക്കാതെ, ആരും ആഹ്വാനം ചെയ്യാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുവാൻ മുസ്ലിമീങ്ങളും മുസ്ലിം രാജ്യങ്ങളും സ്വയമേവ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്ത്? ബഹിഷ്കരണം ഒരു നല്ല സമരായുധമാണ്. എന്നാൽ അതുപോലെയുള്ള ഒരു സമരായുധമായിരുന്നു ആ കാലത്ത് ഭാഷാ ബഹിഷ്കരണം. ഗുജറാത്തില് മോഡി സർക്കാർ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിച്ചപ്പോൾ, അടുത്ത കാലത്താണത്, വിദ്യാഭ്യാസ രംഗം പുസ്തകം മുഴുവനും കാവ്യവൽക്കരിച്ചുകൊണ്ട് ക്ഷേത്രവും അമ്പലവും ഹിന്ദു മത ആചാരങ്ങളും മാത്രം കുട്ടികളെ സ്കൂളിൽ വെച്ച് പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഗുജറാത്തിലും UP-യിലുമുള്ള പണ്ഡിതന്മാർ ഫത്വ പുറപ്പെടുവിച്ചു. എന്ത്? ഞങ്ങൾ വിദ്യാഭ്യാസം ബഹിഷ്കരിക്കും, ഞങ്ങൾ സ്കൂൾ ബഹിഷ്കരിക്കും. അവരുടെ തീരുമാനം ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ ഈ കാലഘട്ടത്തിലും ബഹിഷ്കരണം എന്ന് പറയുന്നത് അതൊരു വലിയ സമരായുധമാണ്.
എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാര് അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും കൊണ്ട് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരുടെ വസ്ത്രം മാത്രമല്ല അവരുടെ ഭാഷയും ബഹിഷ്കരിക്കണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞെങ്കിൽ അതൊരു സമരായുധമായിരുന്നു. ആ ചരിത്ര സത്യം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഭാഷാവിരോധികളാണ് എന്ന വിടുവായിത്തം സഹോദരങ്ങളെ ഇപ്പോഴും പ്രസംഗിക്കുന്നു അല്പന്മാരായ ചില മുജാഹിദ് മൗലവിമാർ. ഒന്ന്. രണ്ടാമതായി മുജാഹിദുകള് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് മദ്രസ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ എട്ടുകാലി മമ്മുഞ്ഞി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്. ഇയാൾക്ക് കുട്ടികളുണ്ടാവില്ല, കുട്ടികൾ ജനിക്കൂല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് എന്ത്, എവിടെ പെണ്ണിന് ഗർഭമുണ്ടായാലും അയാൾ ആളുകളൊക്കെ ഇടയിൽ കയറി എന്നിട്ട് പറയും അതിന്റെ ആള് നമ്മളാ. ഏതൊരു വേശ്യക്ക് എവിടെ ഗർഭമുണ്ടായാലും പറയും ആ എട്ടുകാലി മമ്മുഞ്ഞി എഴുന്നേറ്റിട്ട് പറയും അതിന്റെ ആള് നമ്മളാ. കാരണം ഇയാളുടെ ആണത്വം തെളിയിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്. എന്നതുപോലെ സമുദായത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ വഹാബികൾ പറയും അതിന്റെ ആള് നമ്മളാ. ഈ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മദ്രസ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന അവകാശവാദം. നിങ്ങൾക്കറിയുമോ, ഇത് ചന്ദ്രികാ ദിനപത്രമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ചന്ദ്രികാ ദിനപത്രത്തിൽ 1995 26/11/1995 അതിന്റെ വാരാന്ത പതിപ്പിൽ ഒരു ലേഖനം. എന്താണ് ലേഖനം? നൂറ്റാണ്ട് പിന്നിട്ട മദ്രസ പ്രസ്ഥാനം. നൂറ്റാണ്ട് പിന്നിട്ട മദ്രസ പ്രസ്ഥാനം. വഹാബികൾ കേരളത്തിൽ വന്നിട്ട് എത്ര കാലായി? ഇത് 95 ഈ ലേഖനം. നൂറ്റാണ്ട് പിന്നിട്ട മദ്രസ പ്രസ്ഥാനം എന്ന ലേഖനം ചന്ദ്രിക പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണ്? 95. ഇപ്പോ 10-12 കൊല്ലം കഴിഞ്ഞു. അന്ന് പറയാണ് നൂറ്റാണ്ട് പിന്നിട്ട മദ്രസ പ്രസ്ഥാനം. മുജാഹിദുകൾ വന്നിട്ട് അന്നേക്ക് എത്ര കൊല്ലമായിട്ടുള്ളൂ? ആകെ 70 കൊല്ലം. വഹാബിസം കേരളത്തിൽ ഉണ്ടായിട്ട് ആകെ 70 കൊല്ലമായിട്ടുള്ളൂ. ആ 70 കൊല്ലം തികയുന്ന സമയത്ത് കേരളത്തിൽ നൂറ്റാണ്ട് പിന്നിട്ട മദ്രസയുടെ വാർഷികം ആഘോഷിക്കുക. എവിടെ? കണ്ണൂരിൽ സുന്നികൾ സ്ഥാപിച്ച മദ്രസയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ചന്ദ്രിക പ്രസിദ്ധീകരിച്ച സപ്ലിമെന്റാണ്, ലേഖനമാണ് സഹോദരങ്ങളെ ഈ കാണുന്നത്. ഞാനിത് വായിച്ചു കേൾപ്പിക്കുന്നില്ല. വളരെ വിശദമായി കണ്ണൂരിൽ മദ്രസ സ്ഥാപിച്ചതും അത് സുന്നത്ത് ജമാഅത്തിനാൽ നടത്തപ്പെട്ടതും അങ്ങനെ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ആ മദ്രസയുടെ വാർഷികം ആഘോഷിക്കുന്നതായും ഈ ലേഖനത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചത് ഞങ്ങളാണ് എന്ന മുജാഹിദിന്റെ വഹാബികളുടെ അവകാശവാദം അത് എട്ടുകാലി മമ്മുഞ്ഞിയുടെ അവകാശവാദത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. 100 വർഷം പിന്നിട്ട മദ്രസ പ്രസ്ഥാനം എന്ന വാചകം തന്നെ സൂചിപ്പിക്കുന്നത് വഹാബികൾ കേരളത്തിൽ ജന്മമെടുക്കുന്നതിന് മുമ്പ് സുന്നികൾ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന. അപ്പോൾ നവോത്ഥാനത്തിന്റെ പേരിൽ ഇവരെന്തൊക്കെ നടത്തിയോ അതൊക്കെ അനാവശ്യങ്ങളായിരുന്നു. നവോത്ഥാനത്തിന്റെ പേരിൽ ഇവരെന്ത് നടത്തിയതും അനാവശ്യ. എന്താ നടത്തിയത്? ഒന്ന്, സ്ത്രീ പള്ളി പ്രവേശനം, അത് അനാവശ്യമാണ്. ഖുതുബ പരിഭാഷ, അത് അനാവശ്യമാണ്. കൂട്ടുപ്രാർത്ഥന എടുത്തു കളഞ്ഞു, അത് സംഹാരമാണ്. കുനൂത്ത് എടുത്തു കളഞ്ഞു, അത് സംഹാരമാണ്. ജുമാന്റെ 2 ബാങ്ക് എടുത്തു കളഞ്ഞു, അത് സംഹാരമാണ്. ഇങ്ങനെ ഇവർ നവോത്ഥാനം എന്ന പേരിൽ നടത്തിയ മുഴുവൻ കാര്യങ്ങളും തമ്മാടിത്തരങ്ങളും അനാവശ്യങ്ങളുമായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാക്കി. ഞങ്ങൾ കോളേജ് ഉണ്ടാക്കി, മദ്രസ ഉണ്ടാക്കി, മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, മുസ്ലിം ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ വിടുവായിത്തമാണ്. ഏതൊരു സമൂഹത്തിലും ഏതൊരു സമുദായത്തിലും കാലക്രമത്തിൽ സംഭവിക്കുന്ന പുരോഗതി മാത്രമാണത്. ഒരു 50 കൊല്ലം മുമ്പുള്ള സമുദായമല്ല എപ്പോഴുള്ളത്, ഒരു 100 കൊല്ലം മുമ്പുള്ള സമുദായമല്ല എപ്പോഴുള്ളത്. ഇനി ഇന്നില്ലാത്ത പുരോഗതി ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവും. അതൊക്കെ ഞങ്ങളതാണെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതിനൊന്നും ഒരു അർത്ഥമല്ല. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ സമുദായമായിരിക്കുമോ? 100 കൊല്ലം കഴിഞ്ഞാൽ
ഇന്ന് ഒരു നാട്ടിൽ 10 ഡോക്ടർമാരുണ്ടെങ്കിൽ ഒരുപക്ഷെ 100 കൊല്ലം കഴിഞ്ഞാൽ 20 or 25 ഡോക്ടർമാരുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുണ്ടാകും, വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, പണ്ഡിതന്മാരുണ്ടാകും, പഠനത്തിന് ഇന്നില്ലാത്ത മാർഗങ്ങളുണ്ടാകും. ഇതൊക്കെ കാലക്രമത്തിൽ സംഭവിക്കുന്നതാണ് എന്നല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടർ കരുതിക്കൂട്ടി ഉണ്ടാക്കണ പണിയല്ല. ഉണ്ടാകണ ഓരോ സംഗതികൾ അത് ഞങ്ങളതാണ് എന്ന് അവകാശപ്പെടുകയാണ് വാസ്തവത്തിൽ വഹാബിസം ആ കാര്യങ്ങളിലൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നവോത്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണമാണ്, ഇസ്ലാമിക ശരീഅത്തിന്റെ സംഹാരമല്ല. ലോകത്ത് അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാം സമർപ്പിച്ചത്, ഇസ്ലാം സമർപ്പിച്ചത് സമ്പൂർണമായ മതമായിക്കൊണ്ടാണ്. മുസ്ലിമീങ്ങൾ ഒന്നാകെ തൗഹീദിൽ നിന്ന് വഴിമാറി ശിർക്കിലേക്കോ തൗഹീദ് സുന്നത്തിൽ നിന്ന് വഴിമാറി ബിദ്അത്തിലേക്കോ പോകുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും ലോകത്ത് സംഭവിക്കുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഈ മതം നിലനിൽക്കുക തന്നെ ചെയ്യും. അതേ സമയത്ത് കേരളത്തിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകുന്നവർ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന വഹാബിസം അവർ മാതൃകയായി സ്വീകരിക്കുന്നത് സഹോദരങ്ങളെ സർവമത സത്യവാദിയായ ജമാലുദ്ദീൻ അഫ്ഗാനി, അതുപോലെ മദ്യപാനിയും പെണ്ണുപിടിയരുമായ മുഹമ്മദ് അബ്ദു, അതുപോലെ സർവമത സത്യവാദിയും ലോകത്തമ്മാടിയുമായ റഷീദ് റിള തുടങ്ങിയ ആളുകളെയാണ്. ഇവരിൽ നിന്ന് ആദർശം സ്വീകരിക്കുന്ന വഹാബിസം മദ്യപാനത്തിലേക്കും സർവമത സത്യവാദത്തിലേക്കും കൂപ്പുകുത്തുന്ന രംഗങ്ങൾ നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയുളവാക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ മുഹമ്മദ് അബ്ദുവിൽ നിന്നും റഷീദ് റിളയിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും സർവമത സത്യവാദത്തിന്റെ ആദർശം സ്വീകരിച്ച വഹാബി പ്രസ്ഥാനം ആ സർവമത സത്യവാദം അവരുടെ ജീവിതത്തിൽ പകർന്ന് അവരുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് മുമ്പിൽ കാണിച്ച 2 ചിത്രങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുവല്ലോ. എന്നാൽ അമ്പലത്തിൽ തേങ്ങയുടക്കുന്നതിന് തേങ്ങ കൊടുക്കുവാനും അതുപോലെ തിരി കത്തിച്ചുകൊണ്ട് മതസൗഹാർദ്ദ സമ്മേളനം സ്വാമിമാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനും സഹോദരങ്ങളെ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തയ്യാറാവുകയും അങ്ങനെ ഞങ്ങൾ ക്കുന്നതിന് വേണ്ടി തേങ്ങ സംഭാവന ചെയ്തു എന്ന് സക്കരിയ സലാഹി പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മതസൗഹാർദ്ദം നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അമ്പലം പൊളിഞ്ഞു വീണാൽ ആ അമ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. അതുപോലെ സഹോദരങ്ങളെ ഹൈന്ദവ സുഹൃത്തുക്കളുമായി ആ ഹൈന്ദവനായ ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന് കഞ്ഞി വെക്കുന്നതിന് അരി കൊടുക്കുക, അവൻ രോഗിയായി കിടക്കുമ്പോൾ അവന് മരുന്ന് വാങ്ങുന്നതിന് കൊടുക്കുക. ഇതൊക്കെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. എന്നാൽ അമ്പലത്തിൽ തേങ്ങയുടക്കാൻ വേണ്ടി തേങ്ങ കൊടുക്കുക, അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണ കൊടുക്കുക, അങ്ങനെ തുടങ്ങിയ അമ്പലത്തിലുള്ള ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം സഹായിക്കുന്നത് സർവമത സത്യവാദത്തിന്റെ വാദമാണ്. എന്നാൽ ഈ പറയുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായ വ്യക്തി അമ്പലത്തിൽ തേങ്ങയുടച്ച് അമ്പലത്തിലെ തേങ്ങയുടക്കൽ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തേങ്ങ കൊടുത്തു എന്നാണ് സർവമത സത്യവാദിയായി ഈ മനുഷ്യൻ മുസ്ലിമീങ്ങളെ സർവമത സത്യവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനം നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ മറുപക്ഷത്തുള്ള മൗലവി ഗ്രൂപ്പിലെ സക്കരിയ സലാഹി പ്രസംഗിക്കുന്ന ചിത്രം നിങ്ങൾ നോക്കൂ. പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതെന്നെ കേട്ടോളി കേട്ടോ. അമ്പലത്തിലേക്ക് തേങ്ങയുടക്കൽ ചടങ്ങിന് അദ്ദേഹം തേങ്ങ ദാനം ചെയ്തു. മനോരമയുടെ സ്ത്രീയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതിലിതാ ഒരു പ്രത്യേക ലേഖനം, മൈത്രിയുടെ ദേവാലയങ്ങൾ. മങ്കട പള്ളിയുടെ ഫോട്ടോമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പറയാണ് മങ്കട ജുമുഅത്ത് പള്ളിയുടെ 400 മീറ്റർ ദൂരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്ഷേത്രം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിരുന്നു. 700 വർഷം ക്ഷേത്രത്തിൽ പൂജ നടന്നതായും ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ പറയാണ്, പലപ്പോഴായി ഇവിടെ നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും അതിനോട് ചേർന്ന പറമ്പും പലർക്കായി വിറ്റു. പല കൈകളിലൂടെ മാറി ഒടുവിൽ സ്ഥലം മങ്കടയിലെ തയ്യിൽ അബ്ദുറഹ്മാന്റെ ഭാര്യ തയ്യിൽ മറിയുമ്മയുടെ അവകാശമായി മാറി. മറിയുമ്മയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം മങ്കടയിലെ ഹിന്ദു സഹോദരന്മാർക്ക് ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നൽകിയത്. ക്ഷേത്രം നിർമ്മിക്കാനായി ദേവപ്രശ്നം നടത്തിയ സമയത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട് ചേർന്നുള്ള പറമ്പ് കൂടി വിട്ടുകിട്ടണമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു. ക്ഷേത്ര
പറമ്പിനോട് ചേർന്ന് നന്നായി തേങ്ങ വിളഞ്ഞിരുന്ന 2 ഏക്കർ പറമ്പ് കുറഞ്ഞ വിലക്ക് നൽകാനും മറിയുമ്മ തയ്യാറായി. 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. കേരള നദവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റാണ് ഈ പറയുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി. അദ്ദേഹമാണ് ക്ഷേത്രത്തിലെ 1ാമത്തെ തേങ്ങയുടക്കനുള്ള തേങ്ങ കൊടുക്കുന്നത്. ഒരത്ഭുതമല്ല, കാരണം സർവമത സത്യവാദിയാണ് നേതാവ്. ജമാലുദ്ദീൻ അഫ്ഗാനി സർവമത സത്യവാദിയാണ്. ആ സർവമത സത്യവാദത്തിൽ വിശ്വസിക്കുന്ന ആ നേതാവിനെ അംഗീകരിക്കുന്ന അബ്ദുൽ അസീസ് മൗലവിക്ക് അമ്പലത്തിലൊരു തേങ്ങ ഉടക്കാൻ തേങ്ങ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമോ തെറ്റോ കാണേണ്ടതുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അത് ചെയ്ത വ്യക്തിയാണ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന് പറയുന്ന ഈ കേരള നദവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് എന്ന് സക്കരിയ സലാഹി തന്നെ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. ഇനി സ്വലാഹുദ്ദീൻ മദനി എന്ന് പറഞ്ഞിട്ട് വേറെ നേതാവുണ്ട്. ഇയാളെന്താ ചെയ്തറിയോ? ഇയാൾ അച്ഛന്റെയും അതുപോലെ ക്ഷേത്രത്തിലെ പൂജാരിയുടെയും കൂടെ മതസൗഹാർദ്ദ തിരി കൊളുത്തുന്നു. നോക്കൂ നിങ്ങൾ. സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത് അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. ചവറ കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരുന്ദരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ ദീപാരാധന ഇസ്ലാമിലുണ്ടോ? പണ്ട് നോക്കൂ നിങ്ങൾ. സക്കരിയ സലാഹി ചോദിക്കുക, ദീപാരാധന ഇസ്ലാമിലുണ്ടോ? ദീപാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാരാ? സ്വലാഹുദ്ദീൻ മദനി. ഞങ്ങൾക്കൊരു അത്ഭുതമല്ല, കാരണം റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും ഈ സർവമത സത്യവാദം പഠിപ്പിച്ച ആളാ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കണ്ടില്ലേ ചിത്രം? അച്ഛനും പാതിരിയും പൂജാരിയും സലാഹുദ്ദീൻ മദനിയും 3 പേരും ഒന്നിച്ചു നിന്ന് ദീപം കൊളുത്തുന്നു. എവിടെ? ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയിൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മൗലിദ് പാരായണം ചെയ്യുമ്പോ ആ സദസ്സിൽ സുഗന്ധം കിട്ടാൻ വേണ്ടി ഒരു ചന്ദനത്തിരി കത്തിച്ചാല് സക്കരിയ സലാഹിയും സലാഹുദ്ദീൻ മദനിയും ഈ പറയുന്ന അബ്ദുള്ള കോയ മദനിയൊക്കെ താടി വിറപ്പിച്ചിട്ട് തുള്ളിക്കളിക്കും അല്ലേ? അള്ളാന്റെ റസൂലിന്റെ മൗലൂദ് ഓതുമ്പോ ആ സദസ്സിലൊരു സുഗന്ധം കിട്ടാൻ വേണ്ടി ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ഇവരുടെ നിറം മാറും. ഇവരത് ശിർക്കും കുഫറുമാക്കി നരകത്തിലേക്ക് തള്ളും. അങ്ങനെയുള്ള ആളുകള് ദീപം കൊളുത്തുന്നു. ആരുടെ സമാധിയിൽ? ശ്രീ നാരായണ ഗുരുവിന്റെ സമാധിയിൽ. മുജാഹിദുകളെ, വഹാബി മൗലവി കൂട്ടമേ, വഹാബി പൗരോഹിത്യമേ, നിങ്ങളുടെ തോല് ഞങ്ങൾ പൊളിക്കും. അടുത്തു വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സർവമത സത്യവാദത്തിന്റെ, നിങ്ങളുടെ മദ്യപാനത്തിന്റെ, നിങ്ങളുടെ വ്യഭിചാരത്തിന്റെ, നിങ്ങളുടെ പന്നിമാംസം ഭക്ഷിക്കലിന്റെ, നിങ്ങളുടെ ശവം തീറ്റയുടെ, നിങ്ങളുടെ പത്തുവസ്ത്രം അനുവദനീയമാക്കലിന്റെ, നിങ്ങളുടെ പലിശ തീറ്റയുടെ എല്ലാ നാറുന്ന കഥകളും കേരളീയ മുസ്ലിമീങ്ങൾക്ക് മുമ്പിൽ എടുത്തു കാണിച്ച് പ്രദർശിപ്പിച്ച് നിങ്ങളെ ജനകീയ വിചാരണക്ക് വിധേയമാക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന കാര്യം അവസാനമായി ഓർമ്മപ്പെടുത്തി. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.